മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ കേസിന്റെ പല ഘട്ടങ്ങളിൽ ഇടപെട്ടു. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങളാണ്, അല്ലെങ്കിൽ 4ാം ക്ലാസ്സുകാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ഇവർ അതിൽ ചൂണ്ടിക്കാട്ടിയത്. പല ഘട്ടത്തിലും ഈ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്ന വലിയ ആരോപണങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തിന്, ആ കുട്ടിക്ക് പല കോടതികളിൽ, പല ഘട്ടങ്ങളിൽ, പല അന്വേഷണ സംഘത്തിന് മുന്നിൽ തനിക്ക് നേരിട്ട, അല്ലെങ്കിൽ തങ്ങളുടെ മകൾക്ക് നേരിട്ട ദുരനുഭവം ആവർത്തിച്ച് പറയേണ്ടി വന്നു. അങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും വലിയ നിയമ പോരാട്ടത്തിലൂടെയും കടന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കേസിന്റെ വിധിയിലേക്ക് എത്തുന്നത്. 2020 ഈ അധ്യാപകനെതിരായ ഈ സംഭവം, ഈ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമണം കാട്ടിയെന്ന സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. മാതാവ്, ബന്ധുക്കൾ പിന്നീട് ചൈൽഡ് ലൈൻ വിവരം അറിയിച്ച് കേസിലേക്ക് പോവുകയായിരുന്നു. ഏതായാലും ആ കേസ് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായി. കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യത്തെ ആയുധമാക്കി, അതിനെ മറയാക്കി ഈ പത്മരാജനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന ആരോപണങ്ങളുയർന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘവും ഒക്കെ അന്വേഷിച്ചൊരു കേസാണ്. ഏതായാലും നിർണായകമായി ഈ കേസിന്റെ നാൾ വഴി നോക്കിയാൽ പോക്സോ ചുമത്തിയതോടുകൂടിയാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നതും. പത്മരാജൻ ഇതിനിടയിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ആ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ കുട്ടിയുടെ മാതാവാണ് ഹൈക്കോടതിയിൽ പോയി ജാമ്യം നിഷേധിക്കണം എന്ന് ആവശ്യപ്പെടുകയും പിന്നീട് ഈ കേസിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരികയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരികയും ചെയ്തത്. ഇതേ തുടർന്നാണ് ഈ കേസിൽ കുറ്റപത്രത്തിലേക്കൊക്കെ പോകുന്നത്. 2020 മാർച്ച് 17 ഈ കേസെടുത്തത്. ഈ പൊയിലൂർ വിളക്കൊട്ടൂരിലെ ഒളിയിടത്തിൽ നിന്ന് മാർച്ചിൽ ഈ 17 കേസെടുത്തെങ്കിലും ഏപ്രിൽ 15 ഈ പ്രതിയായ പത്മരാജനെ ഒളിയിടത്തിൽ നിന്ന് പിടികൂടുന്നത്. 2020 സംസ്ഥാന പോലീസ് മേധാവി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുണ്ടായി. അന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നീട് കോടതി ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. ആ ജാമ്യം അനുവദിച്ചതിലെ അന്വേഷണത്തിലെ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് നാർക്കോട്ടിക് ASP രേഷ്മ രമേശ് ഉൾപ്പെട്ട സംഘത്തെ നിയോഗിച്ച്, ഒപ്പം ഈ അന്വേഷണം തെറ്റായ ദിശയിലാണെന്ന് പ്രോസിക്യൂഷൻ അടക്കം ഹൈക്കോടതിയെ അന്ന് അറിയിച്ചിരുന്നു. ഏതായാലും പിന്നീട് വന്ന പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷണം ഏറ്റെടുത്തത്. 2021 മെയ് മാസം പോക്സോ വകുപ്പുകൾ ചുമത്തി അന്തിമ കുറ്റപത്രം നൽകുകയും ചെയ്തത്. ഏതായാലും വാദങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നലെ കോടതി ശിശുദിനത്തിലാണ് ഈ പ്രതി പത്മരാജൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഇനി ശിക്ഷാവിധിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.